ISLന്റെ രണ്ടാം പകുതി ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങി. ആദ്യ പകുതിയിൽ പ്രതീക്ഷ നൽകുന്ന പ്രകടനം നൽകിയ ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിലെ ദയനീയ പ്രകടനത്തിൽ 2 ഗോളുകൾ വഴങ്ങിയാണ് ഒഡീഷയോട് തോൽവി ഏറ്റുവാങ്ങിയത്. മത്സരത്തിന് ശേഷം ടീമിന്റെ മോശം പ്രകടനത്തെക്കുറിച്ച് പരിശീലകനായ ഇവാൻ യൂക്കോമനോവിച്ചും ഇതേപ്പറ്റി സംസാരിച്ചിരുന്നു. അതോടൊപ്പം ഫുൾ ഫിറ്റ്നസിൽ മുഴുവൻ താരങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള സ്ക്വാഡ് തനിക്ക് ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ടീമിന്റെ പ്രകടനത്തെ ബാധിക്കുന്നത് എന്നൊക്കെയുള്ള ന്യായങ്ങളും നിരത്തി. എന്നാൽ ആരാധകർക്ക് ഇപ്പോൾ ആശങ്ക നൽകുന്നത് ISLൽ രണ്ടാം ഘട്ടത്തിൽ ഇവാന് കീഴിലുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തിന്റെ കണക്കുകൾ തന്നെയാണ്. ഇവാൻ യൂക്കോമനോവിച്ച് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായി എത്തിയ 2021-22 സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ എത്തിയിരുന്നു. ആ സീസണിൽ പോയിന്റ് ടേബിളിൽ ബ്ലാസ്റ്റേഴ്സ് 4-മതായിരുന്നു. എന്നാൽ ആ സീസണിലെ രണ്ടാം ഘട്ട മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് 10 മത്സരം കളിച്ചപ്പോൾ 5 എണ്ണത്തിൽ മാത്രമാണ് വിജയിക്കാനായത്. ബാക്കി 5 മത്സരങ്ങളിൽ 3 സമനിലയും 2 തോൽവിയുമായിരുന്നു. കഴിഞ്ഞ സീസണിലെ രണ്ടാം ഘട്ട മത്സരങ്ങളിൽ ഇതിലും മോശം പ്രകടനമായിരുന്നു. 10 മത്സരങ്ങൾ കളിച്ചപ്പോൾ 4 എണ്ണത്തിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. ബാക്കി 6 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങി. ഈ സീസണിന്റെ രണ്ടാം ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങിയത് ആരാധകർക്ക് കൂടുതൽ ആശങ്ക നൽകിയിട്ടുണ്ട്. മുൻ സീസണുകൾ ആവർത്തിക്കുമോ എന്നത്. എന്തായാലും കൂടുതൽ ISL കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.